സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. എടവണ്ണയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന 2 കാറുകൾ ഉൾപ്പെടെ കത്തിച്ച കേസിൽ 3 പേരെ കൂടി പോലീസ് പിടികൂടി. എടവണ്ണ പോലീസും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന ഇടുക്കി മറയൂർ പോലീസിന്റെ സഹായത്തോടെയാണ് മറയൂർ വനമേഖലയിലെ ഒളിസംഘത്തിൽ നിന്നും പ്രതികളെ സാഹസികമായി പിടികൂടിയത്. മഞ്ചേരിക്ക് പോരി മഞ്ചേരി സബ് ജയിലിന്റെ അവിടെ നമ്മൾ ഇതിലില്ലാത്തതാണ്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരും ഇവരെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ചവരുമാണ് ഇപ്പോൾ പിടിയിലായത്. സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഇ ബാബുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരായ സുരേഷ് ബാബു, ഷബുറലി കുഴിക്കാടൻ, സിയാദ്, ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡ് അംഗങ്ങളായ SI അസൈനാർ, SCPO സെലിൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. എടവണ്ണ ആര്യൻതൊടിയിലാണ് ഗൾഫ് വ്യവസായിയുടെ വീടിന് മുൻപിൽ നിർത്തിയിട്ട 2 വാഹനങ്ങൾ കഴിഞ്ഞ മാസം 29-ന് രാത്രിയിൽ തീവച്ച് നശിപ്പിച്ചിരുന്നത്. വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. പരപ്പനങ്ങാടി സ്വദേശികളായ വലിയ പറമ്പത്ത് മുഹമ്മദ് ഷഫീഖ്, ചിറമംഗലം സ്വദേശി കല്ലൻ ഫഹദ്, ചെറുപ്പുളശ്ശേരി സ്വദേശി മൂലംകുന്നത്ത് അബ്ദുൾ റസാഖ് എന്നിവരെയാണ് പിടികൂടിയത്. മൂവരും എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കേസിൽ ഉൾപ്പെട്ട ഒരാളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഗൾഫിൽ നിന്നും ഒരാൾ കൊട്ടേഷൻ നൽകിയതായാണ് മുഖ്യപ്രതി ഷഫീഖിന്റെ മൊഴി. നിലമ്പൂർ DYSPയുടെ നേതൃത്വത്തിൽ പ്രതികളെ ചോദ്യം ചെയ്തു.